ലോകം സമാധാനം കൊതിക്കുന്ന ഒരു കാലമാണ്. സമാധാനത്തെ എങ്ങനെ ഒരു പെയിന്റിംഗ് ആക്കി മാറ്റാം എന്ന് ചോദിച്ചുകൊണ്ടൊരു രാജ്യത്തെ രാജാവ് നടത്തിയ ഒരു പെയിന്റിംഗ് കോമ്പറ്റീഷന്റെ കഥയുണ്ട്. ആ രാജ്യത്തെ ചിത്രകാരന്മാരെല്ലാവരും ആ കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. ഓരോരുത്തരും അവരവരുടെ പീസ് ഓഫ് ആർട്ടുമായിട്ട് കൊട്ടാരത്തിലെത്തി. ഒരുപാട് മാസ്റ്റർ പീസുകൾ കൊണ്ട് കൊട്ടാരം നിറഞ്ഞു. ആ കൂട്ടത്തിൽ കാണുന്നവർക്ക് തന്നെ മനസ്സമാധാനം പകരുന്ന വളരെ മനോഹരമായ ഒരു പെയിന്റിംഗ് ഉണ്ടായിരുന്നു. തെളിഞ്ഞ നീലാകാശം, മലകൾ, മരങ്ങൾ, അരുവി. മലകളുടെയും മരങ്ങളുടെയും അരുവിയിൽ കാണുന്ന പ്രതിഫലനം. സമാധാനത്തെ ചിത്രീകരിക്കാൻ ഇതിനേക്കാളും നല്ലൊരു പെയിന്റിംഗ് വേറെയില്ല എന്ന് എല്ലാവരും തീരുമാനിച്ചു. ആ പെയിന്റിങ്ങിന് തന്നെയായിരിക്കും ഒന്നാം സമ്മാനം എന്ന് എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് രാജാവ് ഉയർത്തി കാണിച്ചത് മറ്റൊരു പെയിന്റിംഗ് ആയിരുന്നു. കാർമേഘം മൂടിക്കിടക്കുന്ന ആകാശം, ഒപ്പം മിന്നൽ, കോരിച്ചൊരിയുന്ന മഴ, തകർന്നു കിടക്കുന്ന മലകൾ, കലങ്ങിക്കിടക്കുന്ന അരുവി. പക്ഷെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് എല്ലാവരും മറ്റൊരു കാര്യം കൂടി കണ്ടത്. അരുവിയുടെ അരികിലായി ചെറുതായി കാണാവുന്ന ഒരു കുഞ്ഞു പാറക്കെട്ട്. ആ പാറക്കെട്ടുകളിൽ ഒന്നിൻ്റെ മേലെ വീണ ക്രാക്കിൻ്റെ ഇടയിലൂടെ പ്രതീക്ഷയുടെ പുൽനാമ്പുകൾ പോലെ കുറച്ച് പുൽത്തകിടുകൾ ഇങ്ങനെ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായി ഒരു കുഞ്ഞിക്കിളി കൂടൊരുക്കി കാത്തിരിക്കുന്നു. രാജാവ് വിശദീകരിച്ചു. ചുറ്റും സമാധാനിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നുന്നതല്ല സമാധാനം. തികച്ചും കലുഷിതമായ സാഹചര്യത്തിലും ഒരുവൻ കണ്ടെത്തേണ്ടതാണത്. സമാധാനം ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്ന് ആരംഭിക്കുന്നു. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.